പ്രിയപ്പെട്ടവരെ, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വലതുവശത്ത് കിടന്ന കള്ളന് സ്വർഗം തുറന്നു കൊടുത്ത ഈശോ അവനോട് ചേർന്നിരിക്കാൻ നമ്മെ വിളിക്കുന്നു. അവൻ്റെ നെഞ്ചോട്, അവൻ്റെ ഹൃദയത്തിൻ്റെ ചൂടറിഞ്ഞ് നമുക്ക് ചേർന്നിരിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന സങ്കീർത്തന വചനം അരുളി ചെയ്ത് കുരിശിൽ കിടന്ന് പ്രത്യാശയോടെ മരിക്കുന്ന ക്രിസ്തു അവൻ്റെ പിറകെ വരുന്നവർക്കൊക്കെയും പകർന്നു നൽകിയത് പ്രത്യാശയുടെ സന്ദേശമായിരുന്നു. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന പീഡിതൻ്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലി കുരിശിൽ മരിക്കുന്ന ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹന വഴികളിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നു തന്നെയാണ്. കുരിശിൻ്റെ നിഴലിൽ നമുക്ക് കണ്ടെത്താവുന്നത് നമ്മെപ്പോലെ സഹിക്കുന്ന ഒരു ദൈവത്തെ, ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു ദൈവത്തെ, മനുഷ്യന് തുല്യനായി ജീവിച്ച ഒരു ദൈവത്തെ. അതുകൊണ്ട് തന്നെ ഹെബ്രായ ലേഖകൻ ഇങ്ങനെ എഴുതും: പാപമൊഴികെ മറ്റെല്ലാറ്റിലും അവൻ നമുക്ക് സമനായി ജീവിച്ചു. ഗത്സമൻ തോട്ടത്തിലിരുന്ന് കരയുന്ന ക്രിസ്തു മനുഷ്യൻ്റെ ഏറ്റവും നിസ്സാരതയുടെ ലക്ഷണമാണ്. എന്നാൽ അവൻ്റെ കൂടെ വന്ന മാലാഖ ഓർമ്മിപ്പിക്കുന്നത് സഹിക്കുന്നവരോടൊപ്പം ദൈവത്തിൻ്റെ ഒരു കുഞ്ഞു വിരൽ എപ്പോഴുമുണ്ടെന്നു തന്നെയാണ്. ആ വിരലിൽ ചേർത്ത് പിടിക്കുന്നവർ അവസാനം ഇങ്ങനെ പറയും: എല്ലാം പൂർത്തിയായി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് മിഴികൾ പൂട്ടിയ ക്രിസ്തുവിനെ പോലെ എല്ലാ സഹനങ്ങളിലും അവൻ കൂടെ നടക്കുന്നുണ്ടെന്ന്, നമുക്ക് മുമ്പേ നടക്കുന്നുണ്ടെന്ന വിശ്വാസത്തോടെ കുരിശിൻ്റെ നിഴലിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. അവൻ്റെ മിഴികളിലേക്ക് നോക്കി കുരിശിനെ എങ്ങനെ നോക്കിക്കാണണമെന്ന് നമുക്ക് പഠിക്കാം. കുരിശിൻ്റെ വഴിയിൽ അവൻ്റെ പിന്നാലെ അവൻ്റെ അമ്മ നടന്നു പോയതുപോലെ, അവൻ്റെ കൂടെ നടന്ന യോഹന്നാനെ പോലെ അവസാനം വരെ ചെല്ലുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിന് നമുക്ക് ചെവിയോർക്കാം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചൊടിയിൽ മിഴി തേടി നിൻ രൂപം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചൊടിയിൽ
മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി, ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ താങ്ങുവാൻ നാഥ. സിയോൻ വഴിയിൽ സ്നേഹം തിരഞ്ഞ് ഒരു പാടുമീറി ഞാൻ. ഭാരം ചുമന്നും രോഗം സഹിച്ചും മിഴിത്തേരു തൂകി ഞാൻ. മുള്ളിൽ കൊടുങ്ങി തേങ്ങിക്കരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ന്യായം ശ്രവിക്കാനാളില്ലാതായി ഞാൻ എൻ്റെ നാവടക്കി. നീതി ലഭിക്കും വേദിയില്ലാതായി വിധിയേറ്റുവാങ്ങി ഞാൻ. പിഴ നിരത്തി തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്നു. എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ ആഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി, ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ക്രൂശിൻ നിഴലിൽ
പ്രിയപ്പെട്ടവരെ, നീർച്ചാലു തേടുന്ന മാൻപേട പോലെ എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിനായി ദാഹിച്ച സങ്കീർത്തകനെ പോലെ ഏറെ ദാഹത്തോടെ നമ്മെ സ്നേഹിക്കുന്ന നാഥനോടൊപ്പം നമുക്ക് ചേർന്നിരിക്കാം. ഈജിപ്തിൽ നിന്ന് ഓടി വരുന്ന മോശ മരുഭൂമിയിൽ തൻ്റെ ജനത്തിൻ്റെ സങ്കടത്തെ ഓർത്ത് പൊട്ടിക്കരയുന്നു. അവൻ്റെ മുമ്പിൽ കത്തിയെരിയുന്ന മുൾപ്പടർപ്പായി ദൈവം നിറഞ്ഞു നിൽക്കും. അവിടെ വച്ച് അവനെ ബലപ്പെടുത്തുന്ന ദൈവം ഈജിപ്തിലേക്ക് തിരികെ അയക്കും. തന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് കരുതുന്ന ഇടത്തുനിന്ന് തൻ്റെ ജനത്തെ മുഴുവൻ മോചിപ്പിക്കാനായിട്ട് ദൈവം അവനെ ബലപ്പെടുത്തും. അന്നു മുതൽ ദൈവത്തിന് വേണ്ടി മോശ സ്വപ്നം കാണാൻ തുടങ്ങി. ദൈവത്തിൽ അവൻ ആനന്ദിക്കാൻ തുടങ്ങി. മലമുകളിൽ അവൻ കയറുമ്പോൾ അവൻ്റെ മുഖം പ്രകാശമാനമായി. അവൻ്റെ ആനന്ദവും ആകാശവും ദൈവമായി മാറി. അവൻ്റെ സ്വപ്നങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളേതിനേക്കാൾ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ജനത്തിനു വേണ്ടി ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യനായി മോശ മാറി. അനുഗ്രഹങ്ങളുടെ പെരുമഴ മോശയുടെ ജീവിതത്തിലൂടെ ജനത്തിന് ലഭിച്ചു. എല്ലാ നിരാശയുടെ വേളയിലും എല്ലാ മരുഭൂമിയിലും ദൈവം മന്നയായും കാടപ്പക്ഷിയായും ഒക്കെ പെയ്തിറങ്ങാറുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ആശ്രയിച്ച മോശ ഒരു ജനത്തിന് മുഴുവൻ ദൈവത്തെ കാണിച്ചു കൊടുത്തതുപോലെ ദൈവത്തിൽ ആനന്ദിക്കുന്നവൻ മറ്റുള്ളവരെ ആ സന്തോഷത്തിലേക്ക് ചേർത്തു നിർത്തും. ആനന്ദിക്കുവിൻ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുവിൻ എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമെന്ന വലിയ ആകാശത്തിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ ചേർത്ത് വയ്ക്കാം. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി ഈ ഭൂമിയിൽ നമുക്കായിരിക്കാം. ദൈവമെന്ന ആകാശത്തിൽ ദൈവമെന്ന ആനന്ദത്തിൽ സംതൃപ്തി കണ്ടെത്തിയ മോശയെപ്പോലെ, പ്രവാചകന്മാരെ പോലെ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഹിതമെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പോലെ, ഈശോയ്ക്ക് വേണ്ടി പീഡനങ്ങൾ സഹിച്ച ശിഷ്യന്മാരെ പോലെ യേശുവെന്ന ആകാശത്തിൽ പറന്നു നടക്കുന്ന ഇളം പ്രാവായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയനേശുവേ, നീ മാത്രം ഈ കനലിൽ വീശും തണുവ്. പ്രിയനേശുവേ, നീ മാത്രം വേഴാമ്പൽ മഴ തേടുമ്പോ ഞാൻ തേടുന്നു നിൻ കാരുണ്യം. കനിവേ 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 കനിവേ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ,
ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. നീ മാരിവിൽ മലരാ ആത്മാവിൽ വിടരേണം. നീ മാരിവിൽ മലരാ ആത്മാവിൽ വിടരേണം. പുതുമഴയായി ഏകണമായി യേശുവേ ജീവിത പാഴ്മരുഭൂമിയിൽ നീവാ കനിവാ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഇന്ദ്രനീലക്കല്ലായി ഞാൻ നിൻ കരതാരിൽ തിളങ്ങാ. ഇന്ദ്രനീലക്കല്ലായി ഞാൻ നിൻ കരതാരിൽ തിളങ്ങാ. സ്വർണം പോലെ തീക്കനലിൽ, സ്വർണം പോലെ തീക്കനലിൽ നീയൊരുക്കിയിടുന്ന വേദന പോലുമെൻ ഭാഗ്യം കനിവേ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം. ഈ കനലിൽ വീശും തണുവ് പ്രിയനേശുവേ നീ മാത്രം.
വേഴാമ്പൽ മഴ തേടുമ്പോൾ ഞാൻ തേടുന്നു നിൻ കാരുണ്യം. കനിവേ 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 കനിവേ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും സ്വർണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തിരിച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സഹനത്തിൻ്റെ വേളയിൽ ദൈവം കൂടെയിരിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട ജനമായി തീരാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഹനങ്ങളും കുരിശോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ രക്ഷാകരമായി തീരും. വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ കൂട്ടിച്ചേർക്കും: വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത ക്രിസ്തു നമ്മയും വിളിക്കുന്നു. ഇതാ, നിങ്ങൾക്കായി ഒരു സ്ഥലം സജ്ജമാക്കാൻ ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലം സജ്ജമാക്കി പ്രത്യാശയോടെ നമ്മെ കാത്തിരിക്കുന്നു. ഉത്ഥിതനിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിച്ച് അവനോടൊപ്പം നമുക്കും നടന്നു നീങ്ങാം.